മോക്ക് എന്ത് പറ്റിയതാ? ഡിസ്ക് ബൾജിതൊക്കെയായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? മാറില്ല എന്ന് പറഞ്ഞ 2-3 കൊല്ലം കഴിയുമ്പോ ശരിയാവും പറഞ്ഞു. 2 കൊല്ലം കഴിയുമ്പോൾ ശരിയാവുന്ന പറഞ്ഞിരിക്കുന്നത്. മോള് പഠിക്കുന്ന ജോലിയുണ്ട്, എന്ത് ചെയ്യുന്നു? ഞാൻ 10ാം ക്ലാസ്സില്. ഓ, കൊച്ചുകുട്ടിയാണ്, 10ാം ക്ലാസ്സിലാണ്. മോളെ, യേശു നിന്നെ ഇപ്പോൾ സൗഖ്യമാക്കും. കൊച്ചിന് വിശ്വസിക്കാവോ? വിശ്വസിക്കാം. അതുല്യ, മോളൊന്ന് അങ്ങോട്ട് ഇങ്ങനെ നിന്നേ. ഞാൻ ഈ നട്ടലിന് ഒന്ന് തട്ടാൻ പോവാം. ഉടനെ മോളിങ്ങനെ പറയണം, യേശു എനിക്ക് സൗഖ്യം തരണം. നിങ്ങൾ ഇവിടെ നിൽക്കുന്നവരെല്ലാം ഈ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചു. മോള് യേശുവിനോട് പറഞ്ഞു, യേശുവെ എന്നെ സൗഖ്യമാക്കണം പറഞ്ഞേ. കണ്ണടച്ചങ്ങ് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഇവരുടെ നടുവ്, നട്ടല്, ഡിസ്കുകള് യഥാസ്ഥാനത്താവട്ടെ. യേശുവിന്റെ നാമത്തിൽ, അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു, ഡിസ്കുകൾ യഥാസ്ഥാനത്താവട്ടെ. വേദന വിട്ടുമാറട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കാല് വലിച്ചു കുറഞ്ഞ്, കൈയൊക്കെ ഫ്രീ ആക്കി. വലിച്ചു കുറഞ്ഞ കാല് ആഞ്ഞു തൊഴിച്ച് നടുവിളകട്ടെ. ഈ കാല് തൊഴിച്ച് കുനിയട്ടെ. ധൈര്യമായിട്ട് കുഞ്ഞെ നന്നായിട്ട് കുനിയട്ടെ. ഇങ്ങനെ ഒത്തത്തി കുഞ്ഞ് കുനിയട്ടെ എന്ന് പറഞ്ഞേ. തിരിച്ച് നട്ടല് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നന്നായിട്ട് തിരിച്ച് ഒന്ന് കുത്തിയിരുന്ന് എന്നിട്ട് കാലെ കുത്തിയിരുന്ന എണീക്കട്ടെ. ഇരുന്നേ, എണീറ്റേ. ഇപ്പൊ വേദനയുണ്ടോ? ഒന്ന് ഓടിക്കേ സ്പീഡിൽ ഓടിക്കേ. തിരിച്ചോടി വന്നേ, ഓടി വന്നേ. വേദനയുണ്ടോ? വേദനയില്ല. ഹല്ലേലൂയ. കുഞ്ഞിന്റെ അമ്മയാണോ? ഇവിടെ കയറി വന്നേ. ഹല്ലേലൂയ. കൊച്ചിന് സങ്കടം വരുന്നോ? അമ്മച്ചിയുടെ മോളെ എത്ര മക്കളുണ്ട്? 3 അമ്മച്ചിയുടെ പേരെന്താ? എന്റെ പേര് ബേബി. സന്തോഷമായോ? സന്തോഷമായി. കിടപ്പാണ്. 1.5 കൊല്ലമായിട്ട് കിടപ്പാണ്. ഉണ്ടോ? പരീക്ഷ എഴുതിയില്ല. 1.5 കൊല്ലമായിട്ട് ഈ കുഞ്ഞ് കിടപ്പിലായിരുന്നു. അമ്മ പറയുന്നു, കഴിഞ്ഞ വർഷം പരീക്ഷ പോലും എഴുതിയിട്ടില്ല. യേശു ഈ കുഞ്ഞിനെ സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുക. ഇനി മോള് സ്കൂളിൽ പോകണം കേട്ടോ. ഇനി കൊച്ചിന് ഈ നട്ടലിനോ ഡിസ്കിനോ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ധൈര്യമായിട്ട് സ്കൂളിൽ പോയിക്കൊള്ളുക, പഠിക്കുക. യേശുവിനോട് ഇന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? യേശുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഉറപ്പായിട്ടും അനുഗ്രഹിച്ചു കഴിഞ്ഞു. ആമേൻ.